മാനന്തവാടി പടമലയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൂടി കൊല്ലപ്പെടുമ്പോൾ പടമല സ്വദേശി അജി മരിക്കുമ്പോൾ കർണാടക വനം വകുപ്പ് പിടികൂടിയ റേഡിയോ കോളർ ഘടിപ്പിച്ചു വിട്ട ആനയാണ് ആക്രമണം നടത്തിയത് എന്നത് ശ്രദ്ധേയമാകുന്നു. ഇന്ന് രാവിലെ 7:30യോടെയാണ് മാനന്തവാടി ചാലഗദ്ദയിലെ ജനവാസ മേഖലയിൽ കാട്ടാന എത്തിയത്. ഈ സമയം റോഡിലുണ്ടായിരുന്ന അജിയടക്കമുള്ള നാട്ടുകാർ ആനയെ കണ്ട് ഓടി. സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയ അജിയെ വീടിന്റെ മതില് പൊളിച്ചെത്തിയ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന കുട്ടികളടക്കമുള്ളവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ട്രാക്ടർ ഡ്രൈവറായ അജി പണിക്കാരെ വിളിക്കാൻ പോയ സമയത്തായിരുന്നു ആക്രമണം. അങ്ങനെ ഞാനും അയച്ചിട്ട് ഞങ്ങൾ അയൽവക്കാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങി വേഗം ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ മാറിക്കൊണ്ട് അങ്ങനെ ഇറങ്ങിപ്പോയത്. ഇറങ്ങി ചെന്ന് ഒരു പച്ച ഗ്രീൻ നെറ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ ആന കയറി വരുന്നത് ഞങ്ങൾ കാണുന്നില്ല. മെയിൻ റോഡിലേക്ക് കയറി വന്നു. ഞാൻ റോഡിൽ കൂടെ നേരെ മുന്നോട്ട് ഓടി. ഈ അയച്ചോട്ടേക്ക് നേരെ മേളിലേക്ക് കയറിയ പാടെ ആ മതിൽ പൊളിച്ച് ആന നേരെ വീടിൻ്റെ മുറ്റത്തിട്ട് ഞങ്ങൾ കർണാടക വനം വകുപ്പ് ഹസൻ ഫോറസ്റ്റ് ഡിവിഷനിലെ ബേലൂരിൽ നിന്ന് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് വനത്തിൽ വിട്ട ആനയാണ് ആക്രമണം നടത്തിയത്. മോഴ വിഭാഗത്തിൽപ്പെടുന്ന ബേലൂർ മാഗ്ന എന്നറിയപ്പെടുന്ന ആനയെ കഴിഞ്ഞ ഒക്ടോബറിലാണ് കർണാടക വനം വകുപ്പ് മയക്കുവെടിവെച്ച് പിടികൂടിയത്. കേരള വിഷൻ ന്യൂസ്, വയനാട്.